ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരം നക്ഷത്രത്തിൽ പറഞ്ഞവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പൂരം നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ചിലർക്കൊക്കെ ഒരുവിധം ലഭിക്കുന്നതാണ്. നിങ്ങൾ എടുത്തു പറയേണ്ടത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത കുറച്ച് ഉപേക്ഷിക്കേണ്ട സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ധാരാളം ശത്രുക്കളെ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട്. കർഷകർക്കും വ്യാപാരികൾക്കൊക്കെ വ്യവസായികൾക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നു. ചില പൂരം നക്ഷത്രക്കാരും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടൊക്കെ വരും, സാധിച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. എന്നാൽ ചില അബദ്ധങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ ചില നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. ശത്രുദോഷം ഒരുവിധം കുറയുന്നൊരു സമയമാണ്. പണമിടപാടുകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊടുത്ത പണം തിരികെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ പണം മുടക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ലാഭമുണ്ടാകാനുള്ള സാധ്യത കുറയുക, അങ്ങനെയൊക്കെ നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യത ഒത്തിരിയുള്ള സമയമാണ്. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഉയർച്ചയൊക്കെ കാണുന്നുണ്ട്. പ്രൊമോഷൻ കിട്ടുക, സ്ഥിരം അല്ലാത്തവർക്ക് സ്ഥിരപ്പെടുത്തുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തന രംഗത്തൊക്കെ തടസ്സങ്ങളൊക്കെ നേരിടുമെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾക്ക് ഊഹക്കച്ചവടത്തിൽ നഷ്ടം അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. ചില സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയും ഈ മാസങ്ങളിൽ കാണുന്നു. സന്താനങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയമാണ്. കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉള്ളതുകൊണ്ട് ദുരന്തങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒരു ഈശ്വരൻ്റെ ചൈതന്യം, അല്ലെങ്കിൽ നിങ്ങളെ ഭഗവാൻ രക്ഷിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്താ പറയുക, ആശ്ചര്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കർത്തവ്യബോധവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ധനയോഗവും ഈശ്വരാനുഗ്രഹവും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. നല്ല രീതിയിലുള്ള ധനയോഗം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ദൂർത്തൊക്കെ ഒരുവിധം കുറച്ചില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാകില്ല. അതേസമയം ഈ സമയത്ത് കുറച്ച് സേവിങ്സിലേക്കൊക്കെ മാറുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ആഗമനം ഭാവിയിലേക്ക് ഉപകരിക്കുന്നതാണ്. ഇത്രയൊക്കെ ആണെങ്കിലും മാതാവിൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ല. മാതാവിന് ചില രോഗങ്ങൾ പിടിപെടാനോ അല്ലെങ്കിൽ നിലവിലുള്ള രോഗം മൂർച്ഛിക്കാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അത് കടുത്ത മനോവിഷമവും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ ചില ആൾക്കാരുടെയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് സംശയത്തിനിട വരുത്തും. നിങ്ങൾക്ക് കേസരി യോഗമൊക്കെ ഉള്ളതിനാൽ സാമ്പത്തികമായിട്ട് വൻ ഉയർച്ച കാണുന്ന സമയമാണ്. നിങ്ങൾ പുണ്യ കർമ്മങ്ങൾ ചെയ്യുക, പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക, കൃത്യമായിട്ട് വേണ്ട സമയങ്ങളിലൊക്കെ വേണ്ട പുണ്യകർമ്മങ്ങളോ വഴിപാടുകളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, എടുത്തു പറയാനാണെങ്കിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ഗണപതി ക്ഷേത്രം ദർശിക്കുക. ഗണേശ്വര ഭഗവാന്റെ ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഗണപതി ഹോമം നടത്തുക, കറുക മാല സമർപ്പിക്കുക, കറുക പുല്ല് സമർപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കുകയും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുകയും ചെയ്യും. ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ടതാണ് കറുകപ്പുല്ല്. അപ്പോൾ ഒരു പിടി കറുകയായിട്ടെങ്കിലും ഭഗവാനെ കാണാൻ ചെല്ലുക. സമസ്ത അപരാധങ്ങളും പറഞ്ഞ് ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറ്റിത്തരും. എല്ലാ വിഘ്നങ്ങളും മാറ്റി നല്ലൊരു സമയമായി മാറട്ടെ. ഈ വർഷം അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.